കുറെ തെറ്റിദ്ധാരണകളുണ്ട് ഈ പൈക്കോയിൻ ഹോൾഡ് ചെയ്യുന്ന ആൾക്കാർക്ക്. അവർ തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർ വിചാരം വൈറ്റ് പേപ്പറിൽ എഴുതിയത് അതുപോലെ തന്നെയാണ് റിയാലിറ്റി എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷെ ഇതൊരു തെറ്റിദ്ധാരണ മാത്രമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. പൈക്കോയിനിൽ എഴുതിയതും നല്ല യാഥാർത്ഥ്യമായിട്ട് വരുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ മനസ്സിലാക്കുക, എത്ര പൈക്കോയിൻസ് ബേൺ ചെയ്ത് പോയിട്ടുണ്ട് കൃത്യസമയത്ത് KYC ചെയ്യാണ്ട്. കുറെ പൈക്കോയിൻ ബേൺ ചെയ്ത് പോയിട്ടുണ്ട് ഇല്ലേ. ഇഷ്ടംപോലെ ആൾക്കാർ 3 വർഷമൊക്കെ പൈക്കോയിൻ മൈൻ ചെയ്തിട്ട് അവരുടെ പൈക്കോയിൻ അവർക്ക് വിൽക്കാനൊന്നും പറ്റിയില്ല. KYC ചെയ്തിട്ട് ചില സമയത്ത് KYC അവരറിയാതെ, മീൻസ് അവരുടെ തെറ്റല്ലാണ്ട് തന്നെ അത് റിജക്ട് ചെയ്ത് പോയിട്ടുണ്ട്. മീൻസ് അവർ കൃത്യമായിട്ടൊക്കെ ചെയ്യാൻ നോക്കിയിട്ടുണ്ട്, എന്നിട്ട് അവർ റിജക്റ്റ് ആയി പോയിട്ടുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക. എന്നിട്ട് വീണ്ടും റീടേക്ക് ചെയ്തപ്പോൾ മീൻസ് അവർ ഉദ്ദേശിച്ച ഗ്രേസ് പീരീഡ് കഴിഞ്ഞു, മീൻസ് ടൈം കഴിഞ്ഞു. അതുകൊണ്ട് പിന്നെ അവർ KYC ചെയ്തിട്ടും അവർക്ക് മാറ്റാൻ പറ്റിയിട്ടില്ല വാലിഡിറ്റിക്ക്. അപ്പോൾ അത്ര അവിടെ കത്തിപ്പോയി. ഈ കത്തിപ്പോണതൊക്കെ ഒട്ടുമിക്കൊക്കെ റാൻഡമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, വെച്ചിട്ടുണ്ടെങ്കിൽ ആർക്കും അറിയുന്നില്ല. ചിലവർ ആ സമയത്തായിരിക്കും അറിയുക എന്നിട്ട് ചെയ്യുക. ചിലവർ കുറച്ച് നേരത്തെ ചെയ്യും, ചിലവർ ചിലപ്പോൾ ചെയ്ത് തന്നെ വരില്ല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, വൈറ്റ് പേപ്പർ എഴുതിയ പോലും നല്ല വരുന്നത് ഫസ്റ്റത്തെ തെറ്റിദ്ധാരണ. പിന്നത്തെ തെറ്റിദ്ധാരണ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 80% പയനീസിനാണ്. ഈ 80% പയനീസിന് മെയിനറ്റിനും നല്ല കിട്ടാൻ പോണ്. ഇപ്പം അടുത്തൊന്നും കിട്ടാൻ പോണില്ല. 3 വർഷം കഴിയണം വെസ്റ്റിംഗ് ഷെഡ്യൂൾ കഴിഞ്ഞിട്ട്. അത് എത്ര കണ്ട് കിട്ടുമെന്ന് എനിക്കറിയില്ല. മനസ്സിലായ? ഈ 80% വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, എല്ലാം കൂടി കൂട്ടിയിട്ട് 80% പയനീസിന് കിട്ടും എന്നാണ് പറയുന്നത്. അതും റിയാലിറ്റിയിൽ എത്ര കിട്ടും നമുക്കറിയില്ല. കൊണ്ടവനൊക്കെ ബേൺ ചെയ്ത് പോയിട്ടുണ്ട്. പിന്നെ ലോക്കിംഗ് ഒക്കെ അനുസരിച്ചിട്ട് അത്രയും കൊടുത്തു എന്ന് പറയാമെന്ന് പറയില്ല. നമ്മൾ കണക്കിൽ ഇത്ര കൊടുത്തു, അതാണ് അവിടെ സംഭവിക്കുന്നത്. ആ 3 വർഷം ടൈം പീരീഡിന് ശേഷം നിങ്ങൾക്ക് കിട്ടുമായിരിക്കും. മീൻസ് കിട്ടുന്നവർക്ക് കിട്ടും. എത്രയാണ് ഇൻട്രസ്റ്റ് റേറ്റ് അനുസരിച്ചില്ലേ അവർ കൊടുത്ത് പോകും. അത്ര തന്നെ. ഈ പൈക്കോയിൻ ഉണ്ടായ ആൾക്കാർക്കൊന്നും KYC ചെയ്തിട്ട് വാലിഡിറ്റിക്ക് മാറ്റാനൊന്നും പറ്റിയിട്ടില്ല. ചിലവർ വാലിഡും കീ മറന്നുപോയ ആൾക്കാരുണ്ട്. ചിലവർ പൈക്കോയിൻ 2000, 3000, 5000, 10000 ഒക്കെ ഉള്ളവർ അതൊക്കെ നഷ്ടപ്പെട്ടു പോയി, കത്തിപ്പോയി കറക്റ്റ് സമയത്ത് ചെയ്യാണ്ട്. മനസ്സിലായി? ചിലവർ മറന്നു പോയിട്ടുണ്ടാവും. മനസ്സിലായ? കണക്ക് പ്രകാരം കൊടുത്തു എന്ന് പറയാൻ പറ്റും, പക്ഷെ യഥാർത്ഥത്തിൽ എന്ത് സംഭവിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഉള്ള സത്യം തന്നെ 90% പൈക്കോയിന് ഇപ്പൊ പൈക്കോയിൻ ഫൗണ്ടേഷന്റെ കയ്യിലാണ്. അത്രയധികം പൈക്കോയിൻ അവരുടെ കയ്യിലുണ്ട്. അതൊക്കെ കാരണം കൊണ്ടാണ്, ഈ സെൻട്രലൈസേഷൻ റിസ്ക് കാരണം കൊണ്ടാണ് പൈക്കോയിന് ബൈനാൻസും കോയിൻ ബേസും ഇപ്പൊ സസ്പീഷ്യസ് ആയിട്ട് നിർത്തുന്നത്. ബേസിക്കലി മീൻസ് അവരെ കുറച്ച് ഡിസ്റ്റൻസ് ചെയ്തിട്ട് നിർത്തുന്നത്. മീൻസ് സെൻട്രലൈസേഷൻ റിസ്ക് ഉണ്ട് എന്ന് മനസ്സിലാക്കിയിട്ടാണ് അവർ ചെയ്യുന്നത്. കുറച്ച് ഡീസെൻട്രലൈസേഷൻ ഒക്കെ മീൻസ് അത്യാവശ്യം അധികം ഡീസെൻട്രലൈസേഷൻ ഒക്കെ ആവശ്യമുണ്ട്, എന്നാൽ മാത്രമേ അവർ എടുക്കുള്ളൂ. ഇപ്പൊ അവർ ടെസ്റ്റ് ട്രാൻസാക്ഷൻസ് ഒക്കെ നടത്തുന്നുണ്ട്. ബേസിക്കലി പൈക്കോയിനിൽ ബൈനാൻസ് വഴി, മീൻസ് ബൈനാൻസിൽ കൂടെ ടെസ്റ്റ് ട്രാൻസാക്ഷൻ ഒക്കെ നടത്തുന്നുണ്ടെന്നാണ് പറയുന്നത്. ഈ പൈക്കോയിൻ ഉപയോഗിച്ചിട്ട് അറിയില്ല, പക്ഷേ ഒരു നല്ല സ്റ്റാർട്ടാണ്, ഒരു ഒപ്റ്റിമിസ്റ്റിക് ന്യൂസാണ്. മീൻസ് ഒരു നല്ല ന്യൂസാണ്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം, ചില ജൂറിസ്ഡിക്ഷൻ്റെ ആൻറ്റി മണി ലോണ്ടറിങ് കംപ്ലയൻസ് അവർ കംപ്ലൈ ചെയ്യണില്ല എന്നൊക്കെ ഉള്ള ന്യൂസ് ഉണ്ട്. മനസ്സിലായേ? അതൊക്കെ ഒരു റെഡ് ഫ്ലാഗ് ആണ് ബൈനാൻസിന്, അത് നിങ്ങൾ മനസ്സിലാക്കണം. പിന്നെ ഈ 90% പൈക്കോയിന് പൈ ഫൗണ്ടേഷനിലാണ്. ഈ പൈ ഫൗണ്ടേഷനിലുള്ള ആൾക്കാരുടെ കാര്യങ്ങൾ, മീൻസ് അവരുടെ ഹൈറാർക്കിക്കൽ സ്ട്രക്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ, പിന്നെ അവരുടെ പൊസിഷൻസ്, ഓരോ ആൾക്കാരുടെ അതിൻ്റെ ഉള്ളിലുള്ള മെയിൻ ആൾക്കാരില്ല, അതൊന്നും പറയണില്ല. പിന്നെ ബോർഡ് ഓഫ് ഡയറക്ടേഴ്സിനെ കുറിച്ച് പറയണില്ല, മെമ്പർഷിപ്പിനെ കുറിച്ച് പറയണില്ല. മീൻസ് ഇവരൊക്കെ ആരാണ്, എങ്ങനെയാണ് ഒരു പൊസിഷൻ ചെയ്തിട്ടില്ലേ ഈ ഓർഗനൈസേഷനിൽ, അതിനെക്കുറിച്ച് അവർ പുറത്തേക്ക് വിട്ടിട്ടില്ല. കോർ ഡെവലപ്പേഴ്സ് ഉണ്ടെന്ന് പറയുന്നുണ്ട്, അവരുടെ പേരൊക്കെ പറയുന്നുണ്ട്, പക്ഷെ ഇവരുടെയൊക്കെ സ്ഥാനം എന്താണെന്നൊന്നും പറയണില്ല. കോൺട്രിബ്യൂട്ടേഴ്സിനെ കുറിച്ച് പറയുന്നുണ്ട്, നോഡ് ഓപ്പറേറ്റേഴ്സ്, വാലിഡേറ്റേഴ്സ്, പിന്നെ പയനീസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. കുറച്ച് വേഗമാണ്. അത് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡിസ്കണക്ട് ഉണ്ട്, അത് വലിയൊരു പ്രശ്നമാണ്. വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഡാവോ സ്ട്രക്ചർ ഇല്ല, ഡീസെൻട്രലൈസ് ഓട്ടോണമസ് ഓർഗനൈസേഷൻ ഇല്ല. മീൻസ് പയനീസിന് ഡയറക്റ്റ് പ്രൊപ്പോസൽസ് ഒക്കെ മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ടില്ലേ, വോട്ട് ചെയ്തിട്ട് പൈക്കോയിൻ ഉപയോഗിച്ചിട്ടോ അല്ലെങ്കിൽ വേറെ സംവിധാനം ഉപയോഗിച്ചിട്ടോ അവർക്ക് വോട്ട് ചെയ്യാനുള്ള ഒരു സംവിധാനം ഇല്ലേ. ഒരു ഡിസ്കണക്ട് ഉണ്ട്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ഈ 100 ബില്യൺ ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭൂരിഭാഗം കത്തിപ്പോയിണ്ടാവും. ഇപ്പൊ സർക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് $7.5 ബില്യൺ പൈക്കോയിനാണ് മാർക്കറ്റിൽ സർക്കുലേറ്റ് ചെയ്യണത്. ആൾക്കാർ മാർക്കറ്റിൽ എക്സ്ചേഞ്ചുകളിലൊക്കെ ആയിട്ട് അവർ സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് 7.5 ബില്യൺ പൈക്കോയിനാണ്. മനസ്സിലായോ? അതിൽ 90 ബില്യൺ പൈ ഫൗണ്ടേഷനില്ല. അത്രയധികം പവർ ഉണ്ട് അവർക്ക്. അതിൽ 10 ബില്യൺ തന്നെ വിറ്റിട്ടുണ്ടെങ്കിൽ വലിയൊരു ഇമ്പാക്റ്റ് ആണ്. ഇത്ര $70 ബില്യൺ ആണ് അതിൻ്റെ വാല്യൂ. മീൻസ് അത് അൺലോക്ക് ചെയ്തിട്ടില്ല, സർക്കുലേഷനിലില്ല, പക്ഷെ നല്ല അവരുടെ ഹോൾഡിൽ ഉണ്ട്, അവർ ഹോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആക്ച്വലി 7.5 ബില്യൻ്റെ കഥ തന്നെ പറയുന്നത് ഇപ്പോൾ. മനസ്സിലായോ? പിന്നെ കുറേയൊക്കെ ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. മീൻസ് ലോക്ക് ചെയ്തിട്ടുള്ള കുറേ പൈക്കോയിൻസുകൾ ഉണ്ടാവും 3 വർഷത്തിൽ. മനസ്സിലായി? ഈ ഓപ്പൺ മാർക്കറ്റിലേക്ക് വിട്ട് കോയിനാണ് പറയുന്നത് 7.5 ബില്യൺ. അപ്പോൾ 3 വർഷത്തിന് ശേഷമാണ് അത് കിട്ടുകയുള്ളൂ. അത് നിങ്ങൾ മനസ്സിലാക്കണം. കുറേയൊക്കെ 3 വർഷത്തിന് ശേഷമാണ് കിട്ടുള്ളൂ.
അപ്പം ബേസിക്കലി ഇവിടെ എവിടെയാണ്, പിന്നെ ഇവിടെ എവിടെയാണ് 80% പയനീസിന് പൈക്കോയിൻ കൊടുത്തത് വൈറ്റ് പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ വൈറ്റ് പേപ്പർ ഔട്ട്ലൈൻ ചെയ്തേക്കുന്നത് ഒരു രീതിയാണ്, ഒരു ഘട്ടമാണ്, ഒരു ഘട്ടമായിട്ട് ആണ് പറയണത്. അത് ഇനിയും സമയം എടുക്കും, 3 വർഷമൊക്കെ എടുക്കുമായിരിക്കും ഇനി മെയിനറ്റിന് ശേഷം. എന്നാലും എനിക്ക് തോന്നല് കണക്ക് പ്രകാരം വരുന്നു, മനസ്സിലായി. പിന്നെ 20% പൈക്കോർ ടീമിന് പോണത് അത് അവരുടെ കയ്യിലുണ്ടാവും. ഈ പൈക്കോർ ടീമിന്റെ കയ്യിൽ അതായത് മാർക്കറ്റിങ്ങിനും പല കാര്യങ്ങളിലും അവർ ചെയ്യുമെന്ന് പറയുന്നുണ്ട്. എനിക്കറിയില്ല കേട്ടോ, ഭാവിയിൽ ചിലപ്പോൾ വലിയ പ്രൊജക്റ്റ് ആവും. എന്നെ സംബന്ധിച്ച് എൻ്റെ കയ്യിൽ ഹോട്ടലിലുണ്ട് പൈ, അതുകൊണ്ട് ഞാനത് ഉപയോഗിക്കണമെന്ന് പറയും, അത്രേ ഉള്ളൂ. മീൻസ് ഞാൻ കാലങ്ങളോളം 3 വർഷമൊക്കെ ഇരുന്ന് മൈൻ ചെയ്തിട്ടുള്ള പൈ 2100 പൈ ഞങ്ങളോ അത് എൻ്റെ കയ്യിൽ കിട്ടി, അത്ര തന്നെ. മീൻസ് അത് ഞാൻ ലോക്കാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ അത് കുറച്ച് ഞാൻ വിറ്റു, ഞാൻ 3 വർഷം കഴിഞ്ഞ് എനിക്ക് കിട്ടും, മനസ്സിലായി. കിട്ടി പോയി. പക്ഷെ എനിക്ക് പോയാലും കുഴപ്പമില്ല, എനിക്ക് വെറുതെ കിട്ടിയ കാശ് അതുകൊണ്ട്. പക്ഷെ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് അതിന് വിശ്വസിക്കാൻ പറ്റില്ല. മീൻസ് വൈറ്റ് പേപ്പർ ഔട്ട്ലൈൻ ചെയ്ത് നല്ല 3 വർഷം കഴിഞ്ഞാൽ പറ്റാൻ പോകുന്നത്, മനസ്സിലായി. 3 വർഷം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ പ്രൊജക്റ്റ് പൂട്ടിപ്പോയിണ്ടാവും, വേറെ പ്രൊജക്റ്റ് വല്ലതും കയറി വന്നിട്ടുണ്ടാവും. ചില ജോമിനൽ പ്രൊജക്റ്റുകളായിരിക്കും മെയിൻ സ്ട്രീമായി പോയത്, ഇത് പോയിണ്ടാവില്ല, മനസ്സിലായി. പക്ഷെ എന്നാലും ഒരു കാര്യം മനസ്സിലാക്കണം, പയനീസിന് വലിയ റോളില്ല ഇവിടെ. അഡ്വർടൈസ്മെന്റ് ഒക്കെ വെച്ചിട്ടാണ് അവർ കാശ് ഉണ്ടാക്കണത്. പയനീസിന് എന്തൊരു റോള്, പയനീസ് ഒന്നും ചെയ്യണില്ല, ഇവരുടെ ഹോട്ടലിൽ ഇത് വെച്ചേക്കണം, അല്ലെങ്കിൽ വിൽക്കുക, തന്നെ എടുത്തു വയ്ക്കുക. അല്ലെങ്കിൽ പൈനീസിന് ഇതുണ്ടാ മർച്ചന്റ് ആപ്പ്, മറ്റേ മർച്ചന്റ് ആപ്പിൽ ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള മർച്ചന്റ് ആപ്പ് ഉപയോഗിച്ചിട്ട് സാധനങ്ങൾ വാങ്ങാൻ ഇപ്പൊ പറ്റുമെന്ന് എനിക്കറിയില്ല. അപ്ഗ്രേഡ് വരും എന്ന് പറയുന്നുണ്ട്, വാലറ്റ് അപ്ഗ്രേഡ്. അത് വെച്ചിട്ട് പൈയുടെ മർച്ചൻസ് ആയിട്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റുമെന്ന് പറയുന്നുണ്ട്. അതായിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്, ഇപ്പോഴത്തെ പുതിയൊരു അപ്ഗ്രേഡ് വരുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പൊ അതൊക്കെ ആയിട്ടില്ല. ഭാവിയിൽ ചിലപ്പോൾ ബൈനാൻസിലൊക്കെ ലിസ്റ്റ് ചെയ്യപ്പെടും, അപ്പോൾ ഒപ്റ്റിമിസം വരും. കോയിൻ ബേസിൽ ലിസ്റ്റ് ചെയ്യപ്പെടും, ഒപ്റ്റിമിസം വരും. പക്ഷെ ലെജിറ്റിമസി അത് കാണില്ല, മനസ്സിലായ. അതാണ് ഞാൻ പറയുന്നത്. അപ്പൊ കുറെ പറയും എന്നിട്ടാ പറയണത് അതൊക്കെ തെറ്റാണ് എന്നല്ലേ. അവര് പണ്ടത്തെ ജാമ്പോന്റെ കാലത്ത് ജീവിക്കുക, നിലവിലുള്ള കണ്ടീഷൻസ് മനസ്സിലാക്കാണ്ട്. അതിലെന്താ കാര്യം, നിലവിലുള്ള കണ്ടീഷൻസ് എന്നിട്ടാ പറയണത്. മീൻസ് കുറൊക്കെ ബേണായി പോയി, ചിലതൊക്കെ വാലിറ്റി പോയി, ചിലതൊക്കെ ലോക്കായി പോയി, ചിലതൊക്കെ ലോക്കാക്കിണ്ട് 3 വർഷത്തേക്ക്, അതൊക്കെ തന്നെ. ചിലതും ഓർക്കും കൂടി ഉണ്ടാവില്ല, ആൾക്കാർ മറന്നു വെച്ചിട്ടുണ്ടാവും. ഇതൊക്കെയാണ് വാൻസുകൾ ഇതിൽ നടക്കണത്, മനസ്സിലായ. അത്രേ ഉള്ളൂ ഈ വീഡിയോ പറയാം. താങ്ക് യു, ഹാവ് എ നൈസ് ഡേ.